ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെപ്പോൾ നോക്കിയാലും പണി കഴിഞ്ഞാൽ പിന്നെ നേരെ വീട്ടിലേക്കല്ലേ പോവുക. അപ്പോൾ നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് മാളിലേക്ക് പോയി. മട്ടന്നൂരനില്ല ലിങ്ക്സ് മാളിലേക്കാണ് പോയിട്ടുണ്ടായത്. കണ്ണൂരത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എസ്കലേറ്റർ കയറി ഞാനിപ്പോൾ എസ്കലേറ്റർ കയറ്റത്തിലൊരു പണ്ഡിതയാണ്. ഇങ്ങനെ കളിക്കുന്ന സാധനങ്ങളെല്ലാം കാണുമ്പോൾ ഞാൻ വിചാരിക്കും വലുതാവണ്ടേനൊന്ന്. അതല്ലെങ്കിലും അങ്ങനെയാണ്. ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചു ഒന്ന് വേഗം വലുതായിട്ട് കല്യാണം കഴിച്ചാൽ മതിയേനോന്ന്. ഇപ്പല്ലേ അതിന്റെ വിഷമം തിരിയുന്നു. നിലാവ് തയ്ച്ചു വിട്ട കോയിനെ പോലെ എല്ലാം പരക്കെ നടന്നിട്ടാണെങ്കിലും എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടിനി. എവിടെയാണെന്ന് പറയണ്ടല്ല, ഫുഡ് കോർട്ടിൽ. പിന്നെ ഒരു യുദ്ധമായിരുന്നു. നീ ഓർഡർ ചെയ്യ്, ഞാൻ ഓർഡർ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ആർക്കും ഒന്നും അറിയില്ല. ലാസ്റ്റ് ഏതോ ചെക്കൻ്റെ എടുക്കുന്ന മെനു കാർഡെല്ലാം കുത്തിനു പിടിച്ച് വാങ്ങിയിട്ട് എന്തെല്ലോ കണ്ട സാധനമെല്ലാം ഓർഡർ ചെയ്തു. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പെട്ടി തുറക്കുന്ന ഒരു ആകാംക്ഷയോടെ നമ്മളെല്ലാവരും ഇത് നോക്കി നിന്ന്. അടിപൊളി സാധനം. ഇതിനെന്തോ പേരുണ്ട്, പക്ഷെ നമുക്കൊന്നും അറിയില്ല. ഇതെല്ലാം നമുക്ക് ഐസ്ക്രീമിന്റെ ഇനത്തിൽ പെടുന്ന എന്തെല്ലോ ആണ്. ശമ്പളം വന്നാൽ അപ്പാടും ആഗ്രഹമില്ല സാധനം എല്ലാം വാങ്ങി തിന്നണം. ഇല്ലെങ്കിൽ അത് വെറും ആഗ്രഹമായിട്ട് അവശേഷിക്കും. എൻ്റെ ഇരിപ്പ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും എനിക്കിതിലൊന്നും താല്പര്യമില്ലായിട്ടാണെന്ന്. എന്നാൽ അതല്ല സത്യം. ഇവരെല്ലാം ഇടയ്ക്ക് കൂടെ എനിക്ക് കൈയിടാനൊരു ഗ്യാപ്പ് വേണ്ടേ. അങ്ങനെ ജ്യൂസ് വന്നു, ലൊട്ട വന്നു, പിസ്സ വന്നു, ഐസ്ക്രീം വന്നു, അങ്ങനെ പലതും വന്നു. ഈ ആടി പോകുന്നത് കണ്ടാൽ വിചാരിക്കും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോകുന്നതെന്ന്. ഒരിക്കലുമല്ല. ആടെ എന്തോ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കാന്നത്. ഒരു കൂട്ടത്തൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ പിസ്സ 8 കഷ്ണം ആക്കിയിട്ട് മുറിച്ച് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിനി. അതുകൊണ്ട് കഷ്ണത്തിന്റെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ സോസ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രളയം തന്നെ നടന്നു. ഒരു വട്ടപാത്രത്തിന്റെ അത്രയില്ല പിസയല്ലേ ഒറ്റയടിക്ക് തീർന്നത്. അങ്ങനെ ഫുഡ് കോർട്ടിൽ കയറിയ ഓർഡർ ചെയ്യാൻ അറിയാത്ത ഒരു കൂട്ടം യുവതികൾ കണ്ടമാനം സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചു. അങ്ങനെ കുമ്പൈ നിറച്ചു, ഗാലറി നിറച്ച്, കീശയും കാലയാക്കിയിട്ട് നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോയി.